ഹരിയോം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. സംബന്ധി നയിക്കുന്ന ശ്രീമദ് ഭാഗവത പഠന ക്ലാസ് ഇന്ന് 200ാമത്തെ ക്ലാസ് ആണ്. അതെ, കാലം കഴിഞ്ഞു പോയത് ഒട്ടും അറിഞ്ഞില്ല. വളരെ പെട്ടെന്നാണ് 200 ക്ലാസ്സുകളായത്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21ാം അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ദ്വൈപായനോ വിദഹകാദരയാജുഹാര ഉപരേതി തന്മയതയാ സർവോ പിന്നീട് ഹൃദയം ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും സനീതമായ ഭാഗവതം 21ാം അധ്യായം ശ്ലോകം 28 ആരംഭിക്കുന്നു. 27 വരെയാണ് കഴിഞ്ഞ വർഷം വരുന്നത്. 21ാം അധ്യായം ശ്ലോകം 28. സമാഹിതം തേ ഹൃദയം ചിത്രേ മൻകൈവൽക്കരം പാത്വാം ബ്രഹ്മന്നെ പ്രഭവത്തു കാമമാശ്യതി യാത ആത്മഭൃതം ബീജന്നവഥാ പ്രകവിഷ്യതി ബീജേ തുദീയേ വിഷയാൻ ആവശ്യം. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഗരുഡന്റെ പുറത്ത് വന്ന് കർദമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കർദമന്റെ ആഗ്രഹങ്ങൾ സാധിച്ച് അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. മാഹിതം തേ ഹൃദയം, താങ്കളുടെ ഹൃദയത്തെ സമാധി ഉറപ്പിച്ചു നിർത്തൂ. വേണ്ടതുപോലെ സമാഹിതമാവുക, സമാധിയിൽ ആഹിതമാക്കി ഉറപ്പിച്ച് ബലപ്പെടുത്തി വെക്കൂ. എത്ര ഇമാൻ പരിവത്സരാൻ, ഇത്രയും സംവത്സരങ്ങൾ തപസ് ചെയ്ത് അങ്ങ് ഉപാസിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഫലം. സ്വാം ബ്രഹ്മൻ നിർഭവധു കാമമാശു ഭജിഷ്യതി. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണോത്തമ, എത്ര തേ ഹൃദയം, എവിടെയാണോ അങ്ങയുടെ ഹൃദയം ഇത്രയും സംവത്സരങ്ങളോളം വേണ്ടതുപോലെ ഉറപ്പിച്ചു നിർത്തപ്പെട്ടത്, യാതൊരുവളാണോ തേ ഭൃതം വീര്യം, അങ്ങയുടെ ആത്മാവിൽ സംഭരിച്ചിരിക്കുന്ന വീര്യത്തെ പാത്വം ബ്രഹ്മൻ നിർഭവധു കാമമാശു ഭജിഷ്യതി. പാത്വം, അവൾ അങ്ങയുടെ രാജപത്നിയായി കാമം ആശു ഭജിഷ്യതി, കാമത്തെ ഭജിഷ്യതി, ഭജിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങ് ഖേദിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സംവത്സരങ്ങൾ തപസ് ചെയ്തില്ലേ, എത്ര ഇമാൻ പരിവത്സരാൻ തേ ഹൃദയം സമാഹിതം, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇത്ര നാളെ തപസ് ചെയ്തില്ലേ. അതുകൊണ്ട് ആ നൃപവധു കാമം ആശു ഫലിഷ്യം, കാമത്തെ വേഗം ആശ്രയിക്കുക തന്നെ ചെയ്യും. അങ്ങയുടെ കാമം സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. യാത പോകൂ, ആത്മഭൃതം വീര്യം, തൻ്റെ ഉള്ളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന വീര്യമെന്ന തേജസ്സിനെ നവധ പ്രസവിഷ്യതി, 9 ഭാഗങ്ങളാക്കി പ്രസവിക്കും അവൻ. വീര്യേ ത്വദീയേ, അങ്ങയുടെ വീര്യത്തിൽ ഋഷയ
ആധാഫ്യന്തി അഞ്ജഫ ആത്മനഃ. അങ്ങയുടെ ബീജത്തിൽ നിന്നുമുണ്ടായ അവരിൽ, ആ പെൺമക്കളിൽ ഋഷിമാർ, ഋഷയഃ ആധാഫ്യന്തി ആത്മന, അവിടെ ഋഷിമാർ അവരവരുടെ ആത്മസ്വരൂപങ്ങളായ സന്താനങ്ങളെ വീണ്ടും ജനിപ്പിക്കേണ്ടയാണ്. ഒന്ന്, അങ്ങ് ഇത്ര കാലവും തപസ് ചെയ്ത് ബ്രഹ്മോപാസന ചെയ്തതിന്റെ ആ സങ്കല്പം അങ്ങേക്ക് അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും. തപസ് ചെയ്താൽ അതിന്റെ ഫലം നിഷ്ഫലമായി പോവില്ല എന്ന്, അത് സഫലീകരിക്കുക തന്നെ ചെയ്യും. ഏത് സത്കർമ്മം ചെയ്താലും ആ സത്കർമ്മത്തിന്റെ ഫലം വെറുതെ ആയി പോവില്ല. ഇത്രയും വർഷം തപസ് ചെയ്തില്ലേ, അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ആ നർമ്മവധു അങ്ങയുടെ ആഗ്രഹത്തെ എല്ലാം ആശ്രയിച്ച് വേണ്ടത് ചെയ്തു തരും. പൊയ്ക്കോളൂ ആശ്രമത്തിലേക്ക്. അവിടെ ചെന്ന് അവളെ വിവാഹം കഴിച്ച് താങ്കളുടെ വീര്യത്തെ 9 വിഭജിക്കും. 9 പുത്രിമാരുണ്ടാകും എന്നർത്ഥം. ആ പുത്രിമാർക്കൊക്കെ ഋഷിമാർ ഭർത്താക്കന്മാരായിട്ട് വരും. അവരിലും ധാരാളം സന്താനങ്ങളെ ഉണ്ടാക്കുന്നതിന് ഈ ഒരു അനുഗ്രഹമാണ് ഭഗവാൻ കർദമന് കൊടുത്തത്. സമാഹിതം ദേഹദയം യത്രേമാൻ പരിവത്സരാൻ ത്വാം ബ്രഹ്മൻ നൃപവധൂ കാമമാശു ഭജിഷ്യതി യാത ആത്മഭൃതം വീര്യം നവഥാ പ്രഭവിഷ്യതി വീര്യേ തുദീയേ ഋഷയ ആധാഫ്യന്ത്യാത്മനാം. ഹേ ബ്രഹ്മൻ, എത്ര ഹൃദയം സമാഹിതം ഇമാൻ പരിവത്സരാൻ നൃപവധൂ. ഹേ ബ്രഹ്മൻ, ത്വാം കാമം ആശു ഭജിഷ്യം. ആത്മഭൃതം വീര്യം നവഥാ പ്രസവിഷ്യതി യാത ത്വദീയ വീര്യേ ഋഷയഃ അഞ്ജഫ ആത്മനഃ ആധാഫ്യന്തി. സമാഹിതം ദേഹദയം യത്രേമാൻ പരിവത്സരാൻ ത്വാം ബ്രഹ്മൻ നൃപവധൂ കാമമാശു ഭജിഷ്യതി യാത ആത്മഭൃതം വീര്യം നവഥാ പ്രഭവിഷ്യതി വീര്യേ തുദീയേ ഋഷയ ആധാഫ്യന്ത്യഞ്ജഫാത്മനാം. സമാഹിതം ദേഹദയം യത്രേമാൻ പരിവത്സരാൻ ത്വാം ബ്രഹ്മൻ നൃപവധൂ കാമമാശു ഭജിഷ്യതി യാത ആത്മഭൃതം വീര്യം നവഥാ പ്രഭവിഷ്യതി വീര്യേ തുദീയേ ഋഷയ ആധാഫ്യന്ത്യഞ്ജഫാത്മനാം. തുഞ്ചസമ്യകനുഷ്ഠായന്തേ സമ്മ ഉഷത്തമാം മയി തീർത്ഥീകൃതാശേഷക്രിയാർത്ഥോ മാം പ്രപദ്സ്യസേ. സമ്യക് അനുഷ്ഠായ, വേണ്ടതുപോലെ അനുഷ്ഠിച്ചിട്ട്, നിദേശം മാന്ന് വെച്ചാൽ എന്റെ, മേ നിദേശം സമ്യക് അനുഷ്ഠായ, എന്റെ നിർദ്ദേശത്തെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചിട്ട്, ഉഷത്തമഹത്വം, ഉത്കൃഷ്ടനായ അങ്ങ്, ഉഷത്തമൻ ഉത്കൃഷ്ടൻ, ഉത്കൃഷ്ടനായ അങ്ങ് ഉഷത്തമഹത്വം മൈ തീർത്ഥീകൃതാശേഷക്രിയാർത്ഥോ, എന്നിൽ സമർപ്പിക്കപ്പെട്ട സകല ക്രിയകളോടും കൂടിയവരായിട്ട്, തീർത്ഥീകൃതം സമർപ്പിക്കപ്പെട്ട, അശേഷക്രിയാർത്ഥ എല്ലാ ക്രിയാർത്ഥങ്ങളും എന്നിൽ സമർപ്പിക്കപ്പെട്ടവനായിട്ട് മാം പ്രപദ്സ്യസേ, എന്നെ തന്നെ പറയും. എന്റെ നിർദ്ദേശത്തെ വേണ്ടവണ്ണം അനുഷ്ഠിച്ച് ഉത്കൃഷ്ടനായ അങ്ങേക്ക് മൂന്ന് കടങ്ങൾ തീർക്കാൻ കഴിയും. ഋഷീണം, പിതൃണം, ദേവരണം. അതൊക്കെ വേണ്ട വിധത്തിൽ പൂർത്തിയാക്കിയിട്ട്, പിതൃണമാണ് സന്താനങ്ങളെ സൃഷ്ടിക്കൽ, അത് പൂർത്തിയാക്കിയിട്ട് സന്താനങ്ങളെ ഉണ്ടാക്കി
അവരെ വേണ്ട വിധത്തിലൊക്കെ സ്ഥാനത്ത് എത്തിച്ചിട്ട് സമസ്ത കർമ്മങ്ങളും എന്നിലേക്ക് അർപ്പിച്ച് എന്നിലേക്ക് തന്നെ തിരിച്ചു വരാം. ത്വംജസംജ്ഞകനുഷ്ഠായാന്തേശം ഔഷത്തമാം മയി ദീർഘീകൃതാശേഷക്രിയാർത്ഥോ മാം പ്രപദ്ഷ്യസേൻ. ഉഷത്തമഹത്വം ച മേ നിദേശം സമ്യക് അനുഷ്ഠായ മയി തീർത്ഥീകൃതാശേഷക്രിയാർത്ഥഃ മാം പ്രപദ്ഷ്യസേൻ. ത്വംജസംജ്ഞകനുഷ്ഠായാന്തേശം ഔഷത്തമാം മയി തീർത്ഥീകൃതാശേഷക്രിയാർത്ഥോ മാം പ്രപദ്ഷ്യസേൻ. ത്വംജസംജ്ഞകനുഷ്ഠായ നിദേശം ഔഷത്തമാം മയി തീർത്ഥീകൃതാശേഷക്രിയാർത്ഥോ മാം പ്രപദ്ഷ്യസേൻ. കൃത്വാദയം ച ജീവേഷു ദത്വാദാഭയമാത്മവാൻ മയ്യാത്മാനം സഹ ജഗത് ദ്രക്ഷിഷ്യാത്മനി ചാപി മാം. ദയാം കൃത്വാച ജീവേഷു, ജീവികളിൽ സമസ്ത പ്രാണികളിലും ദയ കാണിച്ചിട്ട്, ദത്വാച അഭയം ആത്മവാൻ, അഭയം നൽകിയിട്ട് അവർക്കെല്ലാം, അവരോട് കാരുണ്യം കാണിച്ചിട്ട് അവർക്കെല്ലാം അഭയം നൽകിയിട്ട്, ആത്മവാൻ ത്വം, ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്നവനായാൽ, ആത്മവാൻ ആത്മബലമുള്ളവനായിട്ട്, ആത്മബലം ഉണ്ടാകണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിക്കണം, ഉണ്ടായിട്ട് മൈ ആത്മാനം സഹ ജഗത് ദ്രക്ഷിഫി ആത്മനി ചാപ്യോ, മൈ എന്നിൽ ആത്മാനം ആത്മാവിനെ സഹജഗത് ലോകത്തോടൊപ്പം ആത്മനി മാം ച ദ്രക്ഷിഫി ആത്മാവിൽ എന്നെയും നിനക്ക് കാണാൻ പറ്റും. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ, വിവാഹം കഴിച്ച് പത്നിയുമായി ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ എല്ലാ ജീവന്മാരോടും കാരുണ്യം കാണിക്കണം, എല്ലാവർക്കും അഭയം കൊടുക്കണം. ബ്രഹ്മചാരികൾക്ക്, വാനപ്രസ്ഥന്മാർക്ക്, സന്യാസികൾ, ഇങ്ങനെ ഈ 3 ആശ്രമ നിവാസികൾക്ക് അഭയം കൊടുക്കണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായ അങ്ങ് മനസ്സിനെ എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകവും ആത്മാവും എന്നിലാണെന്ന് സങ്കല്പിച്ചിട്ട് ആത്മാവിൽ ഞാനിരിക്കുന്നു എന്നും സങ്കല്പിച്ച് എന്നിലേക്ക് എത്താം. കൃത്വാദയാം ജീവേഷു ദത്വാദാഭയമാത്മവാൻ മയ്യാത്മാനം സഹജഗത് ദ്രക്ഷിഷ്യാത്മനി ചാപി മാം. ജീവേഷു ദയാം ച കൃത്വാ അഭയം ദത്വാ ആത്മവാൻ ത്വം മയി ആത്മാനം സഹജഗത് ആത്മനി മാം ച ദ്രക്ഷിഷി. കൃത്വാദയം ച ജീവേഷു ദത്വാദാഭയമാത്മവാൻ മയ്യാത്മാനം സഹജഗത് ദ്രക്ഷിഷ്യാത്മനി ചാപി മാം. കൃത്വാദയം ച ജീവേഷു ദത്വാദാഭയമാത്മവാൻ മയ്യാത്മാനം സഹജഗത് ദ്രക്ഷിഷ്യാത്മനി ചാപി മാം. മഹാഹം സ്വാംശകലയാം ത്വദ്വീര്യേണ മഹാമുനെ തവ ക്ഷേത്രേ ദേവഹുത്യം പ്രണേക്ഷ്യേ തത്വസംഹിതാം. പഹ അഹം, പഹ എന്ന് വെച്ചാൽ കൂടെ, സ്വ അംശകലയാ സഹ, എന്റെ അംശകലയോട് കൂടെ, ത്വദ്വീര്യേണ അങ്ങയുടെ വീര്യത്തെ ആശ്രയിച്ചിട്ട്, ഹേ മഹാമുനിയെ സംബോധന, തവ ക്ഷേത്രേ അങ്ങയുടെ പത്നിയിൽ, ക്ഷേത്രം പത്നി എന്ന ക്ഷേത്രേ ദേവഹൂത്യ ദേവഹുതിയിൽ പ്രണേഷ്യ തത്വസംഹിത, തത്വസംഹിതയെ ഞാൻ പ്രണേഷ്യയെ രചിക്കും, ഉണ്ടാക്കും, അല്ലെങ്കിൽ പറയും എന്നർത്ഥം. അങ്ങയുടെ രേതസെന്ന വീര്യത്തിൽ കൂടിയാണ് എൻ്റെ അംശം അങ്ങയിലേക്ക് കടക്കുക. അങ്ങനെ എൻ്റെ ഈ കല അങ്ങയുടെ രേതസായി ഭവിച്ചിട്ട് അത് അങ്ങയുടെ ഭാര്യയായ ദേവഹൂതിയിലേക്ക് എത്തി ഞാൻ അവളിൽ അവതരിക്കും. എന്തിനാണ്? പ്രകൃതി, പുരുഷൻ, ഈശ്വരൻ എന്ന് ഈ 3 സ്വരൂപത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സംഹിതയായ സാംഖ്യം എന്ന ശാസ്ത്രം ഭക്തന്മാർക്ക് ഉപദേശിക്കാൻ വേണ്ടി ഞാൻ തന്നെ അവതരിക്കുന്നു.
വഹാഹം സംശകലയാ തദ്വീരേണ മഹാമുനീൻ തവ ക്ഷേത്രേ ദേവഹൃത്യം പ്രവേശ്യേ തത്വസംഹിതാം. ഹേ മുനി, സ്വാംശകലയാ സഹ തദ്വീരേണ തവ ക്ഷേത്രേ ദേവഹൃത്യം അഹം തത്വസംഹിതാം പ്രണേഷി. വഹാഹം സംശകലയാ തദ്വീരേണ മഹാമുനീൻ തവ ക്ഷേത്രേ ദേവഹൃത്യം പ്രണേഷ്യേ തത്വസംഹിതാം. വഹാഹം സംശകലയാ തദ്വീരേണ മഹാമുനീൻ തവ ക്ഷേത്രേ ദേവഹൃത്യം പ്രണേഷ്യേ തത്വസംഹിതാം. മൈത്രേയ. ഇത്രയുമാണ് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. മൈത്രേയൻ കഥ പറയുന്നു. ഏവം തമനുഭാഷ്യാഥ ഭഗവാൻ പ്രത്യക്ഷജ ജഗാമ ബിന്ദു പരിഷ്കൃതാത്. ഏവം തം അനുഭാഷ്യ, ഇങ്ങനെ അവനോട് പറഞ്ഞിട്ട് ഭഗവാൻ പ്രത്യക്ഷജ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെടുമ്പോൾ പ്രത്യേക വേർതിരിക്കാൻ. അക്ഷം ഇന്ദ്രിയം, അക്ഷജം വിഷയങ്ങൾ. ഇന്ദ്രിയങ്ങളെ, അക്ഷങ്ങളെ അതാത് വിഷയങ്ങളിൽ നിന്നും പ്രത്യേകാക്കിയിട്ട് പിന്തിരിച്ചിട്ട് ബിന്ദു സരസ്വത്യാഹ പരിശ്രുതാത് ജഗാമ. സരസ്വതിയാൽ ചുറ്റപ്പെട്ടതായ ബിന്ദു എന്ന പേരുള്ള ബിന്ദു സരഫ് എന്ന പേരുള്ള സരസിലേക്ക് ജഗാമ പോയിരുന്നു. കർദമ പ്രജാപതിയോട് മേൽ വിവരിച്ച പോലെയൊക്കെ പറഞ്ഞിട്ട് സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ബിന്ദു സരസിന്റെ സമീപത്തിലുള്ളതായ ആ കർദമന്റെ ആശ്രമത്തിൽ നിന്നും ഭഗവാൻ മറിഞ്ഞു. ജഗാമ പോയി, ഒഴിഞ്ഞുപോയി. എങ്ങനെയുള്ള ഭഗവാനാണ് മറിഞ്ഞു പോയത് എന്നാണ് ആദ്യത്തെ വരി പറഞ്ഞത്. പ്രത്യക്ഷജ ഭഗവാൻ, ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും വേർതിരിച്ച് കാണിച്ചു തരുന്നവനായ ഭഗവാൻ. ഇങ്ങനെ അവനോട് പറഞ്ഞിട്ട് ബിന്ദു സരഫന്റെ തീരത്തിൽ നിന്ന് ജഗാമ പോയി. ആ കർദമാശ്രമത്തിൽ നിന്ന് ഭഗവാൻ പോയി എന്നർത്ഥം. ഭഗവാന്റെ ഇപ്പോഴത്തെ ഈ ഒരു വരവും പോക്കും ഏത് വിധത്തിലുള്ള തപസ്സനുഷ്ഠിക്കുന്നവർക്കും അവരുടെ ഇന്ദ്രിയങ്ങളെ വിഷയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായ ദർശനമാണ് ലഭിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏവം തം അനുഭാഷ്യാഥ ഭഗവാൻ പ്രത്യക്ഷജാം ജഗാമ ബിന്ദു സരസ്വത്യ പരിശ്രുതാത്. പ്രത്യക്ഷജ ഭഗവാൻ ഏവം തം അനുഭാഷ്യ സരസ്വത്യാഹ പരിശ്രുതാത് ബിന്ദു സരസഃ ജഗാമ. ഏവം തം അനുഭാഷ്യാഥ ഭഗവാൻ പ്രത്യക്ഷജ ജഗാമ ബിന്ദു സരസ്വത്യ പരിശ്രുതാത്. ഏവം തം അനുഭാഷ്യാഥ ഭഗവാൻ പ്രത്യക്ഷജ ജഗാമ ബിന്ദു സരസ്വത്യ പരിശ്രുതാത്. നിരീക്ഷതസ്തസ്യേയാവശേഷ സിദ്ധേശ്വരാഭിഷ്ടുത സിദ്ധമാർഗ ആകർണയൻ പത്രധേന്ദ്രപക്ഷേ ഉച്ചാരിതം സ്തോമമകാമം. നിരീക്ഷത തസ്യ, അവൻ നോക്കി നിൽക്കെ. തസ്യ നിരീക്ഷത യയൗ, കർദമൻ നോക്കി നിൽക്കെ ഭഗവാൻ പോയി. അശേഷ സിദ്ധേശ്വരാഭിഷ്ടുത സിദ്ധമാർഗ. അശേഷം എല്ലാ സിദ്ധേശ്വരന്മാരാലും സ്തുതിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന അവർക്ക് മാർഗങ്ങളെ കാണിച്ചു കൊടുക്കുന്നവനായ ആ ഭഗവാൻ മറിഞ്ഞു.
ആകർണയൻ കേട്ടുകൊണ്ട് പത്രരഥ ഇന്ദ്രപക്ഷൈഹി പത്രരഥേന്ദ്രപക്ഷൈ ആ രഥത്തിലെ ഗരുഡന്റെ വാഹനത്തിലാണ് ഭഗവാൻ അവിടേക്ക് വന്നത്. അതുകൊണ്ട് പത്രമാകുന്ന രഥത്തിലാണ്. ഇവിടെ പത്രം എന്ന് പറയുന്നത് പക്ഷി എന്നുള്ള വിശേഷത്തിലാണ്. ഇവിടുത്തെ പത്രം പക്ഷി ഗരുഡനാണ്. ഗരുഡൻ എന്ന രഥത്തിൽ പത്രരഥ രഥേന്ദ്രന്റെ പക്ഷികൾ വെച്ച് ഉത്കൃഷ്ടനായ ഭഗവാനെ രഥം പോലെ എല്ലായിടത്തും കൊണ്ടു നടക്കുന്നവനായ ആ പക്ഷിശ്രേഷ്ഠന്റെ പക്ഷീഹി ചിറകടികൾ കൊണ്ട് ഭഗവാൻ പോകുമ്പോൾ ഗരുഡന്റെ പുറത്താണല്ലോ പോകുന്നത്. അപ്പൊ ഗരുഡൻ ലാൻഡ് ചെയ്ത ഗരുഡൻ മുകളിലേക്ക് പോകുമ്പോൾ ചിറകുകൾ അടിച്ച് ഉയർത്തിയാണ് മുകളിലേക്ക് പോകുന്നത്. പത്രരഥേന്ദ്രപക്ഷേഹി ഉച്ചാരിതം സ്തോമം ഉദീർണസാമാണ്. ഉച്ചാരിതം ഉച്ചരിക്കപ്പെടുക, സ്തോമം ഉദീർണസാമ ഉച്ചരിക്കപ്പെടുന്ന, ഏറ്റവും വ്യക്തമായി ഉച്ചരിക്കപ്പെടുന്ന സാമങ്ങളോട് കൂടിയ സ്തോമം. സ്തോമത്തിന് മന്ത്രസമൂഹം എന്നർത്ഥം, മന്ത്രക്കൂട്ടം, സ്തോമം. സാമവേദ മന്ത്രങ്ങളുടെ ധ്വനിയാണ് ഗരുഡന്റെ ചിറകടിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. സാമവേദത്തിൽ ഒരു കൂട്ടം മന്ത്രം ചൊല്ലുന്നതിനെ അതിന്റെ സ്വരം ശബ്ദം കേട്ടാൽ ഗരുഡൻ ചിറകടിക്കുകയാണ് തോന്നിക്കുന്നു. ആ മന്ത്രങ്ങൾക്ക് ബൃഹത് രഥന്തരങ്ങൾ എന്നൊരു പേരുണ്ട്. കാരണം എന്താണ്? ചിറകടിയുടെ ശബ്ദം പോലെ തോന്നിക്കുന്ന സാമവേദം. അപ്പൊ ഗരുഡന്റെ ചിറകടി സാമവേദ മന്ത്രങ്ങളെ നമ്മെ ബോധ്യപ്പെടുത്താൻ ഉപകരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് ഗരുഡനെ നമസ്കരിക്കുകയും പൂജിക്കുകയും തൊഴുകയും ഒക്കെ ചെയ്യാൻ കാരണതാണ്. മറ്റു പക്ഷികളെക്കാൾ ഗരുഡന്റെ ചിറകിന് ഈ ഒരു വൈശിഷ്ട്യം കൂടുതലുണ്ട്. അതുകൊണ്ട് ഗരുഡ ദർശനം വിഷ്ണു ദർശനം പോലെ ഉത്കൃഷ്ടമാണെന്ന് ഭക്തജനങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. ഭഗവാൻ പോയി എന്നാണ് ആശയം. കർദമൻ നോക്കി നിൽക്കാൻ ഭഗവാൻ അന്തർധാനം ചെയ്തു. എല്ലാ സിദ്ധേശ്വരന്മാർക്കും കാണിച്ചു കൊടുക്കുന്ന ആ വഴിയുണ്ട്. വഴിയിലൂടെയാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത്. ഭഗവാൻ പോയപ്പോൾ ഗരുഡന്റെ ചിറകടി സാമവേദ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് പോലെ അവിടെയൊക്കെ മുഖരിതമായി ആ കർദമാശ്രമത്തിൽ. നിരീക്ഷതസ്തഫ്യേയാവശേഷഭിദ്ധമാർഗ ആകർണയൻ പത്രരഥേന്ദ്രപക്ഷൈ ഉച്ചാരിതം സ്തോമമുദീർണസാമാം. അശേഷസിദ്ധേശ്വര അഭിഷ്ടുതസിദ്ധമാർഗ പത്രരഥേന്ദ്രപക്ഷൈ ഉച്ചാരിതം ഉദീർണസാമ സ്തോമം ആകർണയൻ തസ്യ നിരീക്ഷതഃ യയൗ. നിരീക്ഷതസ്തഫ്യേയാവശേഷ സിദ്ധേശ്വര അഭിഷ്ടുതസിദ്ധമാർഗ ആകർണയൻ പത്രരഥേന്ദ്രപക്ഷൈ ഉച്ചാരിതം സ്തോമമുദീർണസാമാം. നിരീക്ഷതസ്തഫ്യേയാവശേഷ സിദ്ധേശ്വരാഭിഷ്ടുതസിദ്ധമാർഗ ആകർണയൻ പത്രരഥേന്ദ്രപക്ഷൈരുച്ചാരിതം സ്തോമമുദീർണസാമാം. അഥ സംപ്രസ്ഥിതേ ശുക്ലേ കർദമോ ഭഗവാൻ ഋഷി ആസ്തേ സ്മ ബിന്ദുസരസേ തം കാലം പ്രതിപാലയൻ. അഥ സംപ്രസ്ഥിതേ
ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ശുക്ലേ കർദമോ ഭഗവാൻ ഋഷി, ശുക്ലനായ പരിശുദ്ധനായ, ശുക്ലശബ്ദത്തിന് പരിശുദ്ധൻ എന്നർത്ഥം. പരിശുദ്ധനായ കർദമൻ എന്ന ഭഗവാൻ ഋഷി ആസ്തൈസ്മ ഇരുന്നു ബിന്ദു സരസിൽ, ആ ബിന്ദു സരസിൽ തന്നെ ഇരുന്നു തം കാലം പ്രതിപാലയൻ, ആ കാലത്തെ കാത്തിരുന്നു കൊണ്ട് ബിന്ദു സരസിന്റെ തീരത്തുള്ള ആശ്രമത്തിൽ തന്നെ ഇരുന്നു. വധു മനുപുത്രി തന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വരും എന്നൊക്കെയുള്ള ഭാവി കാലം മുഴുവൻ പറഞ്ഞു. അവളെ വിവാഹം കഴിക്കണം, അവളുടെ 9 പെൺകുട്ടികളുണ്ടാകും, അവരെയൊക്കെ 9 ഋഷിമാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം, അവരിൽ സന്താനങ്ങൾ ഉണ്ടാകും, 10ാമതായിട്ട് ഞാൻ തന്നെ എൻ്റെ അംശകളുണ്ട് അവതരിക്കും. ഇതൊക്കെ ഫുൾ പ്ലാൻ മുഴുവൻ പറഞ്ഞു കൊടുത്തു കഴിയും. ഭാവിയിൽ ഇന്ന വരയ്ക്കാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇനിയും കർദമൻ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല, കാരണം എല്ലാം ഭഗവാൻ നിശ്ചയിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇനിയും ഈ ഭാവി കാര്യത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കാൻ വേണ്ട. അതുകൊണ്ട് അദ്ദേഹം ബിന്ദു സരസിൽ പറഞ്ഞ് തിരിഞ്ഞിരുന്ന് ഇവരുടെ ആഗമനത്തെ കാത്തിരുന്നു. അഥവം പ്രസ്ഥിതേ ശുക്ലേ കർദമോ ഭഗവാൻ ഋഷി ആസ്തേ സ്മ ബിന്ദു സരസീ തം കാലം പ്രതിപാലയൻ. ശുക്ലേ കർദമോ ഭഗവാൻ ഋഷി അഥ സംപ്രസ്ഥിതേ ബിന്ദു സർഫി തം കാലം പ്രതിപാലയൻ ആസ്തേ സ്മ. അഥ സംപ്രസ്ഥിതേ ശുക്ലേ കർദമോ ഭഗവാൻ ഋഷി ആസ്തേ സ്മ ബിന്ദു സർഫി തം കാലം പ്രതിപാലയൻ. അഥ സംപ്രസ്ഥിതേ ശുക്ലേ കർദമോ ഭഗവാൻ ഋഷി ആസ്തേ സ്മ ബിന്ദു സർഫി തം കാലം പ്രതിപാലയൻ. മനുഷ്യന്തനമാസ്തായ ശാതകൗംഭവരിച്ഛദം ആരോപ്യ സ്വാം ദുഹിതരം പര്യടന്മഹീം തസ്മിൻ സുധന്വൻ അഹനീ ഭഗവാൻ യത് സമാദിശത് ഉപായാത അസമപദം മുനേ ശാന്തൗ പ്രതഫ്യതത്. അപ്പോഴാണ് മനു, നേരത്തെ പറഞ്ഞിരുന്ന മനു,ഷ്യന്തനം ആസ്ഥായ സ്വയംഭൂമനു തേരിലിരുന്നു കൊണ്ട് ശാതകൗംഭപരിച്ഛദം സ്വർണം കൊണ്ട് അലങ്കരിച്ച, ശാതകുംഭം സ്വർണമാണ്, അതുകൊണ്ട് പരിച്ഛദം അലങ്കരിച്ച ധാരാളം സ്വർണമയമായ അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞ രഥത്തിൽ കയറിയിട്ട് ആരോപ്യ അതിലേക്ക് കയറ്റിയിട്ട് സ്വാം ദുഃഖിതരം തന്റെ മകളെയും കൂടി അതിലേക്ക് കയറ്റിയിട്ട് ഭാര്യയോടൊപ്പം മഹീം പര്യടനം, ഭൂമി പര്യടനം ചെയ്തുകൊണ്ട് സ്വയംഭൂമനും അദ്ദേഹത്തിന്റെ പത്നിയായ ശതരൂപയും മകളായ ദേവഹൂതികളും 3 പേരും രഥത്തിൽ കയറി. സ്വർണം കൊണ്ട് അലങ്കരിച്ച രഥമാണ്. ആ രഥത്തിൽ കയറി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ തീരുമാനിക്കുക. ശബ്ദമാശ്രമം കണ്ടുപിടിക്കണം കേട്ടോ, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ രഥത്തിൽ ആകാശത്തിൽ കൂടി കയറി നടക്കുമ്പോൾ കാണാം, ഇപ്പൊ അവിടെ ഇറങ്ങാം എന്ന് വിചാരിച്ച് ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് തസ്മിൻ സുധന്വൻ അഹനി ഭഗവാൻ യത് സമാദിശത്. ഹേ സുധന്വൻ എന്നുള്ളത് ഇതുവരെ സംബോധന ചെയ്ത തസ്മിൻ അഹനി, ആ ദിവസം തന്നെ. ഹേ സുധന്വൻ തസ്മിൻ അഹനി ഭഗവാൻ യത് സമാദിശത്. ഭഗവാൻ യാതെന്നാണോ പറഞ്ഞത് ആ ദിവസം തന്നെ, എന്താണ് മറ്റന്നാളെന്നാണ് പറഞ്ഞത്, ആ ദിവസം തന്നെ ഉപായാത് ആശ്രമപദം മുനേഹ ശാന്തപ്രദക്ഷിതർ. ഉപായാത് എത്തിച്ചേർന്നു, ഉപായാത് എത്തി. മുനേഹെ ആശ്രമപദം, കർദമ മുനിയുടെ ആശ്രമപദത്തിലേക്ക് എത്തി. ശാന്തൗ പ്രതഫ്യ തത്, വ്രതത്തിൽ നിന്ന്
മടങ്ങി ക്ഷമസ്വഭാവനായിരിക്കുന്ന മുനിയുടെ ആശ്രമത്തിലേക്ക് എത്തി. അപ്പൊ മുനി കഥമുനി ആശ്രമത്തിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന പോലെയായി. ആരോ വരുന്നുണ്ടെന്ന് കരുതി അദ്ദേഹത്തിന്റെ തപസ്സും വ്രതങ്ങളും ഒക്കെ വേഗം കഴിച്ചു കൂട്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ശാന്തവ്രതഫ്യുത, വ്രതങ്ങളൊക്കെ ശാന്തായി കഴിഞ്ഞു തോന്നുന്നു. മുനിയെ ആശ്രമവധം ഉപായാത്, മുനിയുടെ ആശ്രമവധത്തിലേക്ക് എത്തിച്ചേർന്നു. മനുഷ്യന്തനമാസ്ഥായ സാധകവും ഭവരീക്ഷതം ആരോപ്യസ്വാം ദുഹിതരം സ്വഭാര്യ പര്യടൻ മഹീം തസ്മൻ ഫുധന്വന്നഹനി ഉപായാദാശ്രമപദം മുനേ ശാന്തവ്രതഫ്യുതത് ശാതകൗംഭപരീക്ഷതം വ്യന്തനം ആസ്ഥായ സ്വാം ദുഹിതരം ആരോപ്യ സ്വഭാര്യൻ മഹീം പര്യടൻ. ഹേ ഫുധന്വൻ, ഭഗവാൻ യത് സമാദിശത് തസ്മിൻ മുനേഃ ശാന്തവ്രതഫ്യ തത് ആശ്രമപദം ഉപായാത് മനുഷ്യന്തനമാസ്ഥായ ശാതകൗഭപരീക്ഷതം ആരോപ്യ സ്വാം ദുഹിതരം സ്വഭാര്യ പര്യടൻ മഹീം തസ്മിൻ ഫുധന്വന്നഹനി ഭഗവാൻ യത് സമാദിശത് ഉപായാദാശ്രമപദം മുനേ ശാന്തവ്രതഫ്യതത് മനുഷ്യന്തനമാസ്ഥായ ശാതകൗഭപരീക്ഷതം ആരോപ്യ സ്വാം ദുഹിതരം സ്വഭാര്യ പര്യടൻ മഹീം തസ്മിൻ ഫുധന്വന്നഹനി ഭഗവാൻ യത് സമാദിശത് ഉപായാദാശ്രമപദം മുനേ ശാന്തവ്രതഫ്യതത്. ഈ ഒരു 8 ശ്ലോകത്തില് ഈ ആശ്രമ വർണ്ണനയാണ് കർദ്ദവന്റെ. യസ്മിൻ ഭഗവതോ നേത്രാൻ ന്യപതശ്രുബിന്ദവാൻ കൃപയാ സംപരീതസ്യ പ്രപന്യർപ്പിതയാ ഭൃശം. യസ്മിൻ, യാതൊരു സ്ഥലത്ത്, ഭഗവതോ നേത്രാത് ന്യപതത് അശ്രുബിന്ദവ, ഭഗവാന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ താഴെ വീണു. ഭഗവതോ നേത്രാത്, നേത്രത്തിൽ നിന്നും, ന്യപതൻ വീണു, അശ്രുബിന്ദവ കണ്ണുനീർ തുള്ളികൾ താഴെ വീണു. കൃപയാ, കാരുണ്യം കൊണ്ട്, പമ്പരീതസ്യ പ്രപന്നേ അർപ്പിതയാ കൃശം, കാരുണ്യം കൊണ്ട് പമ്പരീതസ്യ വ്യാപരിക്കപ്പെട്ട പ്രപന്നേ അർപ്പിതയ ഹൃസം, ശരണാഗതനിൽ ഏറ്റവും അർപ്പിക്കപ്പെട്ട കാരുണ്യം കൊണ്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവാന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ താഴെ വീണു. ഈ ബിന്ദു സരഫ് എന്നുള്ള പേരിനെ, ആശ്രമത്തിന്റെ ആ പേര് വരാനുള്ള കാരണം ആദ്യം പറയാം. സാക്ഷാൽ ഭഗവാൻ ഗരുഡവാഹനത്തിൽ ഭക്തനായ കർദ്ദമനെ അനുഗ്രഹിക്കാനായിട്ട് പ്രത്യക്ഷമായ സമയത്തില് തപസ്സുകൊണ്ട് കൃഷ്ണനായ ആ മുനിയെക്കുറിച്ച് ഭയങ്കരമായ കാരുണ്യാതിശയം ഭഗവാൻ ഉണ്ടായി. ആ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ സമീപത്തുള്ള തടാകത്തിൽ വീണു. അങ്ങനെയാണ് ബിന്ദു സരസ്വെന്ന് അതിന് പേര് വരാൻ കാരണം. ബിന്ദുനിത്ത തുള്ളികൾ, ഭഗവാന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീണ സ്ഥലമാണില്ല. ഇവിടെ തടാകം ഉണ്ടായിരുന്നു, അതിന് ബിന്ദു സരസ്വെന്ന പേര് വരാൻ കാരണം ഭഗവാന്റെ കണ്ണിൽ നിന്നും ബിന്ദുക്കൾ വീണതുകൊണ്ട്. ഈ കണ്ണുനീര് വീഴാൻ കാരണം കർദ്ദമന്റെ തപസ്സിനെ കുറിച്ച് ഓർത്തിട്ടാണ്. ലോകത്തിൽ ഇതുവരെ ആരും ഇത്രയും തപസ് ചെയ്തിട്ടില്ല. ആ കർദ്ദമന്റെ തപസ് കണ്ട് മനസ്സലിഞ്ഞ് കാരുണ്യം തോന്നിയിട്ട് ഭഗവാന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് അറിയാത്തതാണ്. അങ്ങനെ ഉണ്ടായ ഒരു സരസാണ് ബിന്ദു സരസ് എന്നുള്ള ഈ തടാകം.
അതാണ് കൃപയാ സംപരീതസ്യ പ്രപന്നേ അർപ്പിതയാ ഭൃശം. എന്താ ശരണാഗതന്മാരിൽ വേഗന്ന് അർപ്പിക്കപ്പെട്ട കാരുണ്യം കൊണ്ട് സംപരീതനായ വ്യാപരിക്കപ്പെട്ടതായ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ താഴെ വീണു. അതാണ് ഈ ഫലത്തിന്റെ പേര്. യസ്മിൻ ഭഗവതോ നേത്രാത് ന്യപതന്നശ്രുബിന്ദവ കൃപയാ സംപരീതസ്യ പ്രപന്നേ അർപ്പിതതയാ ഭൃശം. ഇത് 8 ശ്ലോകം കഴിഞ്ഞിട്ട് ഒന്നിച്ചൊരു അന്വയാർത്ഥം എഴുതുന്നത് നല്ലത്. അതുകൊണ്ട് ഒന്നിച്ച് പറയാം, അർത്ഥം പറഞ്ഞു പോകാം ഓരോന്ന്. തദ്വൈ ബിന്ദുഫരോ നാമ ഫരസ്വത്യാ പരിഷ്കൃതം പുണ്യം ശിവാമൃതജലം മഹർഷിഗണസേവിതം. തദ്വൈ അത് തന്നെയാണ് ബിന്ദുഫരോ നാമ. ബിന്ദുഫരഫ് എന്ന പേര് വരാൻ കാരണം സരസ്വത്യാഹ പരിഷ്കൃതം, സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ടതാണ് ഈ സ്ഥലം. അതുകൊണ്ട് പുണ്യമാണ്. ശിവാമൃതജലം, മംഗളകരവും അമൃതപൂർണവുമായ വെള്ളം ഉള്ള ഇവിടെ മഹർഷിഗണ സേവിതം, മഹർഷിഗണങ്ങൾ സേവിക്കുന്ന സ്ഥലമാണ് ഇവിടം. ഈ ആശ്രമത്തിലെ എൻ്റെ സ്വതസിദ്ധമായ നൈസർഗികമായ ആനന്ദം ആരെയും സന്തോഷിപ്പിക്കുന്നു എന്ന് പറയാനാണ് ഇത്രയും വർണ്ണന ഇത് വേണ്ടി വന്നത്. ഈ തടാകത്തിന്റെ മഹാത്മ്യം ലോകപാവനിയായ സരസ്വതി നദി ഇതിന്റെ ചുറ്റും വളഞ്ഞൊഴുകിപ്പോകുന്നതാണ്. അത് ഈ ബിന്ദു സരസിന്റെ ഒരു മഹത്തായ മഹാത്മ്യമാണ്. ഇത് ലോകത്തിലെ അതിശയങ്ങളെ നിലനിർത്തുന്ന ഒരു ജലാശയമാണ്. ആ സരസ്വതി നദി ആ സ്ഥലത്തിൽ കൂടി വളഞ്ഞൊഴുകുന്നത് കൊണ്ട് ആ നദിയിലെ ജലം ആരെങ്കിലും കൈകൊണ്ട് തൊടുകയോ കുടിക്കുകയോ ചെയ്താൽ അവരുടെ പുണ്യം കൂടിക്കൂടി വരും എന്നുള്ളത് തെളിവുകൾ ധാരാളമുണ്ട്. അതിലെ വെള്ളം മംഗളകരമാണ്, അമൃതപ്രായമാണ്, അമൃത് പോലെ ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്. മഹർഷിമാർ സ്നാനം ചെയ്തുകൊണ്ടാണ് ഈ വെള്ളം അമൃതമയമായി തീരുന്നത്. ഇത് ആ സരസ്വതിയുടെയും ബിന്ദു സരസിന്റെയും മഹാത്മ്യം പറഞ്ഞതാണ്. തദ്വൈ ബിന്ദു സരോ നാമ സരസ്വത്യാ പരിഷ്കൃതം പുണ്യം ശിവാമൃതജലം മഹർഷിഗണസേവിതം പുണ്യദ്രുമലതാജാലേ കൂജത് പുണ്യമൃഗദ്വിജൈ സർവസ്തു ഫലപുഷ്പാഢ്യം വനരാജിശ്രീയന്വിതം. പുണ്യങ്ങളായ ദ്രുമലതാജാലേഹി, ദ്രുമം വൃക്ഷം, ലതാവള്ളി, ജാലം കൂട്ടം. പുണ്യങ്ങളായ വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും കൂട്ടത്തോടു കൂടിയതും പുണ്യ ദ്രുമ ലതാജാലൈ പൂജത് പുണ്യമൃഗദ്വിജൈ, പൂജത് കൂകുന്ന ശബ്ദമുണ്ടാക്കുന്ന പുണ്യങ്ങളായ മൃഗങ്ങളും പക്ഷികളാൽ, ദ്വിജം ച പക്ഷി, ദ്വിജൈഹി പക്ഷികളാൽ. പുണ്യ ദ്രുമലതാജാലേഹി കൂജത് പുണ്യമൃഗദ്വിജൈ, പുണ്യങ്ങളായ വൃക്ഷങ്ങളെ വള്ളികൾ, അതിലിരുന്ന് പോകുന്ന പുണ്യം നിറഞ്ഞു നിൽക്കുന്ന മൃഗങ്ങൾ, പക്ഷികൾ, ഇവകളാൽ പർവ ഋതു ഫല പുഷ്പാഢ്യം, സർവർത്തുഫല പുഷ്പാഢ്യം, പർവ ഋതു കൂടി ചേരുമ്പോൾ സർവർത്ത് എന്നാകുന്ന എല്ലാ ഋതുക്കളിലും ഫലപുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ആ കർദ്ദമാസം. ഓരോ പുഷ്പങ്ങളും പഴങ്ങളും ഉണ്ടാകാൻ ഓരോ
ഋതുക്കളുണ്ട്, അതിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. എല്ലാ ഋതുക്കളിലും എല്ലാ പൂവും ഉണ്ടാവില്ല, എല്ലാ പഴങ്ങളും ഉണ്ടാവില്ല. പക്ഷേ കർദമാശ്രമത്തിലെ എല്ലാ വൃക്ഷങ്ങളിലും എപ്പോഴും പൂവും കായുണ്ട്. ഋതുഭേദങ്ങൾ നോക്കുന്നേ ഇല്ല. ഇത് അവിടുത്തെ ഒരു വൈശിഷ്ട്യമാണ്. സർവ ഋതുഫല പുഷ്പാഢ്യം വനരാജിശ്രീ അന്വിതം. മരക്കൂട്ടങ്ങളോട് ചേർന്നാണ്. വനരാജികൾ മരക്കൂട്ടം, മരക്കൂട്ടത്തിന്റെ ശോഭയോട് കൂടിയതുമാണ്. പുണ്യദ്രമലതാജാലേ കൂജത് പുണ്യമൃഗദ്വിജൈ പർവർത്ത് ഫലപുഷ്പാഢ്യം വനരാജിശ്രീ അന്വിതം. മത്തദ്വിജഗണേർ പുഷ്ടം മത്തഭ്രമണ വിഭ്രമം മത്തബർഹിർ നടാടോപം. ആഹ്വന്യും ഉന്മത്തകോകിലം നദാടോപം ആഹ്വയൂന്മത്തകോകിലം. മദദ്വിജഗണൈഹി ഘുഷ്ടം. മതിച്ച പക്ഷികളോട് ചേർന്നതാണ്. മത്തങ്ങളായ ദ്വിജഗണങ്ങൾ, പക്ഷിക്കൂട്ടം, അവരോട് ചുഷ്ടം യോജിച്ചത് ചേർന്നത്. മത്തഭ്രമര വിഭ്രമം. മതിച്ച് വിഭ്രമത്തോടെ ഓടി നടക്കുന്ന വണ്ടുകളോട് കൂടിയതാണ്. ഭ്രമരം വണ്ട്, വിഭ്രമത്തോടു കൂടിയ വണ്ടുകളോട് കൂടിയതാണ്. മത്ത ദ്വിജഗണൈഹി ഘുഷ്ടം മത്തഭ്രമര വിഭ്രമ. മതിച്ചിരിക്കുന്ന പക്ഷിക സമൂഹങ്ങളാലും അതേപോലെ മതിച്ച വണ്ടുകളുടെ കൂട്ടം ഓട്ടത്തോടു കൂടിയതും. മത്ത ബർഹി നടാടോപം. മതിച്ച മയിലുകളുടെ നർത്തനം കൊണ്ട് ആടോപമായതും. മതിച്ചിരിക്കുന്ന മയിലുകളുടെ നൃത്തത്തോടു കൂടിയതും. ആഹ്വയൻ മത്തകോകിലം. അന്യോന്യം വിളിക്കുന്ന മതിച്ച കുയിലുകളോട് കൂടിയതും. മത്ത ബർഹി നദാടോപം ആഹ്വയൻ മത്തകോകിലം. ആഹ്വയൻ മത്തകോകിലം. ഇതിനകത്ത് യു ഉണ്ട്, അത് വേണ്ട. ആഹ്വയൻ മത്തകോകിലം. ആഹ്വയൻ വിളിക്കുന്ന മതിച്ച കോകിലങ്ങൾ കുയിലുകളോട് കൂടിയതും. മതിച്ച പക്ഷിഗണങ്ങളോട് കൂടി ചേർന്നാണ്. മതിച്ച വണ്ടുകളോട് കൂടി ചേർന്നാണ്. മതിച്ച മയിലുകൾ നൃത്തം വയ്ക്കുന്നതുമാണ്. അതുപോലെ മതിച്ച കുയിലുകളോട് കൂടിയതുമാണ്. മത്തദ്വിജഗണേ പുഷ്ടം മത്തഭ്രമ വിഭ്രമം മത്തബർഹിർനടാടോപം ആഹ്വയൻ മത്തകോകിലം. കദംബ ചമ്പകാശോക കരഞ്ജവകുളാസനൈ മന്ദമന്ദാരകുടജൈ ചൂതബോധൈരലങ്കൃതം. കുറെ വൃക്ഷങ്ങളുടെ പേരാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ. കടമ്പുമരം, ചമ്പകമറിയാം, അശോകമറിയാം. കരഞ്ചം ഉങ്ങുമരമാണ്. ഉങ്ങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഉങ്ങ്. ബഹുളം ഇലഞ്ഞി. അഫനം വേങ്ങ. കരഞ്ച ബഹുളാഫനൈഹി. കരഞ്ചം ഉങ്ങ്, ബഹുളം ഇലഞ്ഞി, അഫനം വേങ്ങ. കരഞ്ച ബഹുളാഫനൈ കുന്ദ മന്ദാര കുടജൈഹി. കുന്തം മുല്ല, മന്ദാരം തന്നെ,
കുടജം പാല ചൂത പോതൈഹി അലങ്കൃതം മാവിൻ തളിരുകളാൽ അലങ്കരിക്കപ്പെട്ട ചൂതമാവ് പോതം കുട്ടി ചൂതബോധം മാവിൻ കുട്ടികൾ മാന്തൈകൾ അല്ലെങ്കിൽ തൈമാവുകൾ അവയാൽ അലങ്കരിക്കപ്പെട്ടതാണ്. മുകളിൽ പക്ഷികളെ കുറിച്ച് പറഞ്ഞു, ഇപ്പൊ വൃക്ഷങ്ങളെ കുറിച്ചാണ്. കദംബമുണ്ട്, ചമ്പകമുണ്ട്, അശോകമുണ്ട്, കരഞ്ചമുണ്ട്, ബഹളമുണ്ട്, അഫനമുണ്ട്. ഇനിയും പൂക്കളെ കുറിച്ചാണ്. കുന്തമുണ്ട്, മന്ദാരമുണ്ട്, കുടജപ്പാലയുണ്ട്, ചൂതമുണ്ട്, മാവുകളുണ്ട്. ഇളം അവിടെ പോതങ്ങളായ മാവുകൾ, ഇളം മാവുകൾ, തൈമാവുകൾ ഇവയാൽ അലങ്കൃതമാണ്. കദംബ ചമ്പകാശോക കരഞ്ചബകുളാസനൈ കുന്തമന്ദാര കുടജൈശ്ചൂതബോധൈരലങ്കൃതം കാരണ്ഡവൈ പ്ലവേർഹംസൈ പുരേർ ജലകുക്കുടൈ ഫാരഫൈശ്ചക്രവാകൈശ്ച ചകോരേർ വൽഗുഗോജിതം. ഇനി കുറെ മൃഗങ്ങളെ കുറിച്ചാണ്. കാരണ്ഡവം ചെമ്പോത്ത്, പ്ലവേർ ഹംസൈ പറക്കുന്ന ഹംസങ്ങൾ, പുരരൈഹി ക്രൗഞ്ചപക്ഷികൾ, ജലകുക്കുടൈഹി നീർക്കോഴികൾ, ജലകുക്കുടം. കാരണ്ഡവം, പ്ലവഹംസം, പുരരം, ജലകുക്കുടം. കാരണ്ഡവങ്ങൾ ചെമ്പോത്തുകളാണ്. പ്ലവഹംസങ്ങൾ പറക്കുന്ന ഹംസങ്ങളാണ്. പുരരങ്ങൾ ക്രൗഞ്ചങ്ങളാണ്. ജലകുക്കുടം നീർക്കോഴികളാണ്. കുക്കുടം കോഴി, ജലം നീര്, മലയാളത്തിൽ നീർക്കോഴികൾ എന്ന് പറയും. പാരഫൈ ചക്രവാകൈശ്ചാം, പാരഫ പക്ഷികൾ, ചക്രവാക പക്ഷികൾ, ചകോര പക്ഷികൾ, ഉപ്പന്, വേഴാമ്പൽ എന്നൊക്കെ പറയാം. വൽഗുപൂജിതം മനോഹരമായി പോകുന്ന, വൽഗു സുന്ദരമായ, പൂജിതം പോകുന്ന. കാരണ്ഡവൈ പ്ലവേർഹംസൈ പുരേർജലകുക്കുടൈ പാരഫൈശ്ചക്രവാകൈശ്ച ചകോരേർ വൽഗുപൂജിതം തഥൈവ ഹരിണൈ ക്രോഡൈഃ ശ്വാവിദ്യവയാം കുഞ്ചരൈ ഗോപുക്ഷേർ ഹരിഭിർ മക്കൈർ നകുലൈഃ നാഭിഭ്രൂവൃതം. തഥാ അങ്ങനെ ഹരിണൈഹി മാനുകളുണ്ട്, ക്രോഡൈഹി പന്നികൾ, ഹരിണൈഹി ക്രോഡൈഹി മാനുകളാലും പന്നികളാലും അലങ്കരിക്കപ്പെട്ടതാണ്. ശ്വാവിത് മുള്ളൻ പന്നിയാണ്. ശ്വാവിത് ഗവയം പശുവിനെ പോലിരിക്കുന്ന ഒരു മൃഗം എന്നേ ഉള്ളൂ. ഗവയം. ഗോപുച്ഛൈഹി പശുവിന്റെ വാലുപോലെ നീളമുള്ള, ഹരിഭിഹി സിംഹങ്ങളാൽ. ഗോപുച്ഛേർ ഹരിഭിഹി മർക്കൈഹി കുരങ്ങന്മാരാൽ, നകുലൈഹി കീരികളാൽ, നാഭിഭിഹി ചമരിമൃഗങ്ങളാൽ വ്രതം ചുറ്റപ്പെട്ടതാണ്. തഥൈവ ഹരിണൈ ക്രോഡൈഷു കുഞ്ചരൈഹി കുഞ്ചരം ആന. തഥൈവ അങ്ങനെ തന്നെ ഹരിണൈഹി മാനുകളാൽ, ക്രോഡൈഹി പന്നികളാൽ, ശ്വാവിത് ഗവയ കുഞ്ചരൈഹി മുള്ളൻ പന്നി, ഗവയങ്ങൾ, ആന ഇവയാൽ ചുറ്റപ്പെട്ടതും, ഗോപുച്ഛൈഹി ഹരിഭിഹി പശുവിന്റെ വാലുപോലെ ഉള്ള വാലുകളുള്ള സിംഹങ്ങളാലും, മർക്കൈഹി മർക്കടന്മാരാലും, നകുലൈഹി കീരികളാലും, നാഭിഭിഹി ചമരിമാനുകളാലും വ്രതം ചുറ്റപ്പെട്ടതാണ്. തഥൈവ ഹരിണൈ ക്രോഡൈ ശ്വാവിദ്ഗവയ കുഞ്ചരൈ ഗോപുച്ഛേർ ഹരിഭിർ മർക്കൈ നകുലേർ നാഭിഭ്രൂവ്രതം പ്രവിശ്യതീർത്ഥം.
പ്രവിശ്യ തീർത്ഥവരം ആദിരാജാത്മജാം ദദർശ മുനിമാഫീനം തസ്മിൻ ഹുതഹുദാശനം. പ്രവിശ്യ തീർത്ഥം, ആ തീർത്ഥത്തിലേക്ക് പ്രവേശിച്ചിട്ട് തീർത്ഥവരം, ആ ഉത്കൃഷ്ട തീർത്ഥത്തിലേക്ക് പ്രവേശിച്ചു. ആദിരാജ ഫഹദ്ര, ആദ്യത്തെ രാജാവ്. മനുക്കൾ വെച്ച് ആദ്യത്തെ മനുവാണ് സ്വയംഭൂവൻ. അതുകൊണ്ട് മനുക്കൾ വെച്ച് ആദ്യത്തെ ചക്രവർത്തിയാണ്. ഫഹ ആത്മജ, മകളുമായിട്ടാണ് വരുന്നത്. ദദർശ മുനി ആഫീനം, ദദർശ കണ്ടു. ആഫീനം മുനി, ഇരിക്കുന്ന മുനിയെ കണ്ടു. തസ്മിൻ, അവിടെ ഹുതഹുദാശനം, അഗ്നി ഹോമിച്ചു കഴിഞ്ഞിട്ട് ഹുതമായ, ഹോമിക്കപ്പെട്ട, ഹുദാശനൻ അഗ്നി, ഹുതഹുദാശനൻ അഗ്നിയിൽ ഹവനം ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന മുനിയെ കണ്ടു. ആ തീർത്ഥവരമാണ്. ബിന്ദുഹരഫ് എന്നുള്ളത് ഉത്കൃഷ്ടമായ ഒരു തീർത്ഥമാണ്. അവിടെ ആദിരാജാവ് തന്റെ മകളുമായി എത്തി മുനിയെ കണ്ടു. എങ്ങനെയുള്ള മുനിയാണ്? അഗ്നി ഹവനം ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന മുനിയെ കണ്ടു. പ്രവിശ്യത തീർത്ഥവരമാദിരാജ ഫഹത്മജ ദദർശ മുനിമാഫീനം തസ്മിൻ ഹുതഹുദാശനം. യസ്മിൻ ഭഗവതോ നേത്രാൻ ജ്ഞപതന്നശ്രുബിന്ദവാം കൃപയാഫംബരീരസ്യ പ്രപന്യർപ്പിതയാ ഭൃശം. തദ്വൈ ബിന്ദുസരോ നാമ പരത്വത്യ പരിശ്രുതം പുണ്യം ശിവാമൃതജലം മഹർഷികനഭേവിതം. പുണ്യദ്രുമലതാജാലേ കൂജത് പുണ്യമൃഗദ്വിജൈ പർവർത്തുഫലപുഷ്പാഢ്യം വനരാജിശ്രീ അന്വിതം. മത്തദ്വിജഗണേർഘുഷ്ടം മത്തഭ്രമരവിഭ്രമം മത്തബർഹിർനടാടോപം ആഹ്വയൻ മത്തകോകിലം കദംബചമ്പകാശോകം കരഞ്ജബകുളാഫനൈം കുന്ദമന്ദാരകുടജൈഃ ചൂതപോതൈരലങ്കൃതം കാരണ്ഡവൈ പ്ലവൈർഹംസൈഃ ഉരരേർജലകുക്കുടൈ ഫാരസൈശ്ചക്രവാകൈശ്ച ചകോരൈർവൽഗുകൂജിതം തഥൈവ ഹരിണൈ ക്രോഡൈ ശ്വാവിദ്ഗവയകുഞ്ജരൈ ഗോപുക്ഷൈർ ഹരിഭിർമമർക്കൈ നകുലേർ നാഭിഭിർവൃതം. പ്രവിശ്യത തീർത്ഥവരം ആദിരാജ ഫഹത്മജാം ദദർശ മുനിമാഫീനം തസ്മിൻ ഹുതഹുദാശനം. പ്രപന്നേ ഭൃശം അർപ്പിതയാ കൃപയാ പമ്പരീതസ്യ ഭഗവതഃ നേത്രാത് അശ്രുബിന്ദവഃ യസ്മിൻ ജ്ഞപതൻ പരസ്വത്യാഃ പരിശ്രുതം ബിന്ദുസരഃ നാമ തദ് വൈ പുണ്യം ശിവാമൃതജലം മഹർഷിഗണസേവിതം പുണ്യദ്രുമലതാജാലൈഃ പൂജത് പുണ്യമൃഗദ്വിജൈഃ പർവർതു ഫലപുഷ്പാഢ്യം വനരാജിശ്രിയ അന്വിതം. മത്തദ്വിജഗണൈഃ പുഷ്ടം മത്തഭ്രമരവിഭ്രമം മത്തബർഹിനടാടോപം ആഹ്വയൻ മത്തകോകിലം കദംബചൂതപോതൈഃ അലങ്കൃതം കാരണ്ഡവൈഃ ചകോരൈഃ വൽഗുപൂജിതം തഥാ യവ ഹരിണൈഃ ക്രോഡൈഃ ശ്വാവിദ്ഗവയകുഞ്ജരൈഃ ഗോപുച്ഛൈഃ ഹരിഭിഃ മർക്കൈഃ പകലൈഃ നാഭിഭിഃ വൃതം. തത് തീർത്ഥവരം പ്രവിശ്യ ഫഹാത്മജഃ ആദിരാജः തസ്മിൻ ഹുതഹുദാശനം ആഫീനം
മുനിം ദദർശ യസ്മിൻ ഭഗവതോ നേത്രാത് ന്യപതൻ നശ്രുബിന്ദവാം കൃപയാ സംപരീതസ്യ പ്രപന്യർപ്പിതതയാ ഭൃശം തദ്വൈ ബിന്ദുഫലോ നാമ സരസ്വത്യാ പരിശ്രുതം പുണ്യം ശിവാമതജലം മഹർഷികണസേവിതം പുണ്യദ്രമ ലതാജാലേ കൂജത്പുണ്യമകദ്വിജൈ സർവർത്തോ ഫലപുഷ്പാഢ്യം വനരാജിശ്രീയന്വിതം മത്തദ്വിജഗണീർഘുഷ്ടം മത്തഭ്രമവിഭ്രമം മത്തബർഹൃന്നലാടോപാ ആഹ്വയൻ മത്തകോകിലം കദംബജംബകാശോക കരഞ്ചബകുളാസനൈ കുന്ദമന്ദാര പ്രജൈ ചൂതപോതൈരലങ്കൃതം കാരണ്ഡവൈ പ്ലവൈർഹംസൈ പുരരേർ ജലകുക്കുടൈ സാരസൈശ്ചക്രവാകൈശ്ച ചകാര ചകോരൈഃ വൽഗുകൂജിതം തഥൈവ ഹരിണൈഃ ക്രോഡൈ ശ്വാവിദ്ഗവയകുഞ്ജരൈ ഗോവുച്ഛിർഹരിഭിർമർക്കൈ നകുലേ നാഭിഭിർവൃതം പ്രവിശ്യതീർത്ഥവരം ആദിരാജസ്വഹത്മയ ദദർശ മുനിമാഫീനം തസ്മിൻ ഹുതഹുതാശനം. ഇങ്ങനെയൊക്കെയുള്ള ഉള്ള ഈ കർദമന്റെ ആശ്രമത്തിലേക്കാണ് ഭഗവാൻ എത്തിയത്. ആ ആശ്രമം ഭഗവാൻ എത്തിയപ്പോൾ കണ്ട അത് ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ സ്വയംഭൂമനു അദ്ദേഹത്തിന്റെ മഹിഷിയായ ശതരൂപയും പുത്രിയായ ദേവകൂതിയും കൂടിയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവര് കർദമാശ്രമത്തിലോട്ട് കടന്നപ്പോൾ കണ്ട ആശ്രമത്തിന്റെ ഭംഗി, മനോഹാരിത, എല്ലാ തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒത്തുചേർന്ന് ഒരു ആധ്യാത്മികതയുടെ പരിവേഷം നമ്മിൽ എത്തിക്കാൻ പാകത്തിന് ഭൂലോകം മുഴുവൻ ഭരിക്കുന്ന ആദ്യ ചക്രവർത്തിയാണെന്ന് ഓർക്കണം. അദ്ദേഹമാണ് തൻ്റെ ഭാര്യയോടും പുത്രിയോടും കൂടി ഒന്നിച്ച് ഈ കർദമാശ്രമത്തിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ കൃത്രിമമായ ഒരാഡംബരങ്ങളുമില്ല. പ്രകൃതി ഒരുക്കുന്ന ആ അലങ്കരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വർണ്ണം നമുക്കതാ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും ആ ആശ്രമത്തിൻ്റെ പ്രസിദ്ധമായ ഭംഗി ആരെയും സന്തോഷിപ്പിക്കും. അതിനുവേണ്ടിയാണ് ഈ ബിന്ദു സരസ് ഇതിനെക്കുറിച്ച് ഇത്ര വിസ്തരിച്ച് വർണ്ണിക്കാൻ പുറപ്പെട്ടത് എന്ന് സാരം. നിങ്ങളുടെ സമയം ഇതെല്ലാം അതിക്രമിച്ചിരിക്കുകയാണ്. ബാക്കി ഭാഗം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സമർപ്പിച്ചതിന് ശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.